Very good morning to one and all, and warm welcome to our second online class. Theories of Corporate Governance-le first theory agency theory ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് stewardship theory ആണ്. എന്താണ് ഈ stewardship എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? stewardship എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസ്ഥൻ. അപ്പോൾ കാര്യസ്ഥന്മാരുടെ ഒരു തിയറി ബേസിസിലുള്ള ഒരു പ്രിൻസിപ്പിളും പോളിസിയും വെച്ചുകൊണ്ടുള്ള ഒരു തിയറിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. In contrast to agency theory, stewardship theory presents a different model of corporate governance where managers are considered good stewards who will act in the best interest of the owners. കഴിഞ്ഞ ഏജൻസി തിയറിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുവേർഡ്സ് ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? മാനേജേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ സ്റ്റുവാർഡ്സായിട്ട് കാര്യസ്ഥന്മാരായിട്ട് ആക്ട് ചെയ്യുന്നത്. So there is no conflict of interest between the shareholders and the board of directors and the managers. അപ്പോൾ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഏജൻസി തിയറിയിലുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഏജൻസ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജേഴ്സും തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സാണ്. The management act as a stewards for the organization. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ആരൊക്കെയാണോ മെമ്പേഴ്സ് ആയിരിക്കുന്നത് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റുവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. So in this theory has its roots from psychology and sociology and is defined by Davies, Squirman, Donaldson. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡേവീസ്, സ്കൂർമാൻ ആൻഡ് ഡൊണാൾഡ്സൺ എന്ന് പറയുന്ന 3 പേരാണ് നമ്മുടെ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എ സ്റ്റുവാർഡ് പ്രൊട്ടക്ട് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ത്രൂ the firm's performance because by so doing the steward's utility functions are maximized. ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത് എ സ്റ്റുവാർഡ് പ്രൊട്ടക്ട്സ് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ്? ത്രൂ ദ ഫേംസ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണത് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് ബൈ സോ ഡൂയിങ് ദ സ്റ്റുവേർഡ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആർ മാക്സിമൈസ്ഡ്. അവിടെ സ്റ്റുവേർഡ്സിൻ്റെ ഫങ്ഷൻസും കൂടിയും മാക്സിമൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നതും മാക്സിമൈസ് ചെയ്യുന്നു. അതോടൊപ്പം സ്റ്റുവേർഡ്സിൻ്റെ യൂട്ടിലിറ്റി ഫങ്ഷൻസും കൂടി മാക്സിമൈസ് ചെയ്യുകയാണ് ഇവിടെ സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയിൽ ചെയ്യുന്നത്. So according to this theory, a steward protects and maximizes shareholders' wealth through the firm's performance. Stewards are company executives and managers working for the shareholders, protects and make profits for the shareholders. ഷെയർഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് പെർഫോമൻസ് ലെവലിൽ മാക്സിമൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ മാനേജേഴ്സും പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉയർത്തി കാണിക്കാനും കൂടിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ഈ ഡയഗ്രാം നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതായത് സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ എവിടേക്കാണ് വരുന്നത്? സ്റ്റുവേർഡ്സിലാണ് വരുന്നത്. അപ്പോൾ ഒരു സർക്കിൾ പോലെയാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് സ്റ്റുവേർഡ്സിലേക്കും അതുപോലെ തന്നെ സ്റ്റുവേർഡ്സ് ആണ് അക്കൗണ്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ട്രസ്റ്റ് എങ്ങനെയുള്ള ട്രസ്റ്റാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് സ്റ്റുവേർഡ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? എംപവർ ദ ട്രസ്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് ആൻഡ് മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നതാണ് സ്റ്റുവേർഡ്സിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ?
Unlike agency theory, stewardship theory stresses not on the perspective of individualism, but rather on the role of top management being as stewards, integrating their goals as part of the organization. ഏജൻസി തിയറിയിൽ പറയുന്ന സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ അല്ല ഇവിടെ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ വരുന്നത്. ഈ തിയറി എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രെസ്സസ് നോട്ട് ഓൺ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വലിസം, ഒരു വ്യക്തിത്വത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട്, ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം. ആ ഒരു വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാടിനെ അല്ല ഇവിടെ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ പറയുന്നത്. പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് എ റോൾ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു റോളാണ് ആര് ഇവിടെ പ്ലേ ചെയ്യുന്നത്? സ്റ്റുവാർഡ്സ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കാഴ്ചവെക്കുന്നത്. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ദെയർ ഗോൾസ് ആസ് പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? അവരുടെ സെൽഫായിട്ടുള്ള ഗോളും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾസുമാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ വ്യൂവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗോൾസും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഗോൾസും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The stewards are satisfied and motivated when organizational success is attained. എപ്പോഴാണ് സ്റ്റുവേർഡ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? അല്ലെങ്കിൽ അവരെപ്പോഴാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? എപ്പോഴാണോ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അപ്പോഴാണ് സ്റ്റുവേർഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത്. It focuses on the position of employees or executives to act more autonomously so that the shareholders' return are maximized. ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്താണ്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയുള്ളതായിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. The employees take ownership of their jobs and work at them diligently. എന്താണ് ഈ ഡെലിജൻ്റ്ലി എന്ന് വെച്ചാൽ? ഉത്സാഹത്തോടു കൂടി, അതായത് അവരുടേതായുള്ള സെൽഫ് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് എംപ്ലോയീസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഓണേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. Stewardship theory sees a strong relationship between managers and the success of the firm, and therefore the stewards protect and maximize shareholders' wealth through firm's performance. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയിൽ സ്റ്റുവേർഡ്സ് നോക്കുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ത്രൂ ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഓണേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തമ്മിലുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ചെയ്യുന്നത്? അവിടെ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് ആയിട്ടല്ല ഇവിടെ വരുന്നത് മാനേജേഴ്സ് ആൻഡ് ദ സക്സസ് ഓഫ് ദ ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ വിജയവും മാനേജേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ഇവിടെ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. A steward who improves the performance successfully satisfies most stakeholder groups in an organization. നമ്മൾ നേരത്തെ ഏജൻസി തിയറിയിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു ഫേമിൻ്റെ പെർഫോമൻസിനാണ് സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുവേർഡ്സ് അവർ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വളരെ നല്ല നിലയ്ക്ക് തന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ എയിം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. When these groups have interests that are well served by increasing the organizational wealth. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാത്രമല്ല, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ടാണ് സ്റ്റുവേർഡ്സ് പ്രവർത്തിക്കുന്നത്. So when the position of the CEO and chairman is held by a single person, the fate of the organization and the power to determine strategy is the responsibility of a single person.
നമ്മൾ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ് എന്ന് പറയുന്ന ഏജൻസി തിയറി പറഞ്ഞപ്പോൾ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സാണ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ CEO എന്ന് പറയുന്നതും ചെയർമാൻ എന്ന് പറയുന്നതും ഒരേ പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സിംഗിൾ പേഴ്സൺ തന്നെയായിരിക്കും കോർഡിനേറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ദസ് ദ ഫോക്കസ് ഓഫ് സ്റ്റുവർഡ്ഷിപ്പ് തിയറി ഈസ് on the structures that facilitates and empower rather than monitor and control. ഏജൻസി തിയറിയിൽ നമ്മൾ മോണിറ്റർ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ സ്റ്റുവർഡ്ഷിപ്പ് തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? എംപവർമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തമായിട്ടുള്ള ഒരു എംപവർമെൻറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നതിനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റുവർഡ്ഷിപ്പ് തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത്. Therefore, stewardship theory takes a more relaxed view of the separation of the role of chairman and CEO and supports appointment of a single person for the position of the chairman and CEO and a majority of specialist executive directors rather than non-executive directors. ഇവിടെ വരുന്നത് സെപ്പറേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപവർമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷനാണ്. അവിടെ ചെയർമാൻ എന്ന് പറയുന്നതും CEO എന്ന് പറയുന്നതും ഒരു പേഴ്സൺ ആയതുകൊണ്ട് അവരുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു റിലാക്സ്ഡ് ഏരിയയിൽ നിന്നിട്ട് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സപ്പോർട്ട്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് എ സിംഗിൾ പേഴ്സൺ എന്ന് പറയുന്നത് ചെയർമാനായിട്ടോ CEO ആയിട്ടോ ആണെങ്കിലും അവിടെ മെജോറിറ്റി ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതാണ് മുൻതൂക്കം കൊടുക്കുന്നത് റാദർ ദാൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. മുമ്പ് നമ്മൾ ഏജൻസി തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അവിടെ നോൺ എക്സിക്യൂട്ടീവ് തിയറി ഡയറക്ടേഴ്സിനേക്കാൾ കൂടുതലായിട്ട് സ്റ്റുവർഡ്ഷിപ്പ് തിയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പെഷ്യലിസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനാണ്. ഓക്കെ, സോ ദ ഏജൻസി തിയറി ലുക്സ് അറ്റ് ആൻ എംപ്ലോയി or people as an economic being which suppresses an individual's own aspirations. ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആസ്പിറേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏജൻസി തിയറിയിൽ പോലെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ വരുന്നില്ല. However, stewardship theory recognizes the importance of structures that empower the steward and offers maximum autonomy built on trust. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എംപവർമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ എംപവർമെൻറ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റുവേർഡ്സിൻ്റെ എംപവർമെൻറ്റ് അതുപോലെ തന്നെ മാക്സിമം ഓട്ടോണമി എന്ന് പറയുന്നതാണ് ഇവിടെ സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. It allows employees or executives to act more autonomously so that the shareholders' returns are maximized. അപ്പോൾ ഈ സ്റ്റുവേർഡ്സിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും കൂടിയും ഈ ഓട്ടോണമസ് ആയിട്ടുള്ള ആക്ഷനോട് കൂടിയിട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മാക്സിമം ലെവലിൽ തന്നെ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. On the other hand, some people argued that in order to protect their reputation as decision makers in organizations, executives and directors are inclined to operate the firm to maximize financial performance as well as shareholders' profit. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ് ഏജൻസി തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമല്ല ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രമല്ല ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം പെർഫോമൻസ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ സ്റ്റുവർഡ്ഷിപ്പ് തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് സെൻസ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഫേംസ് പെർഫോമൻസ് ക്യാൻ ഡയറക്ട്ലി ഇമ്പാക്ട് പെർസെപ്ഷൻസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ ഒരു ഫേംസിൻ്റെ പെർഫോമൻസും കൂടി നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അത് ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു എൻഹാൻസ്മെൻറ്റ് ഇവിടെ സാധിക്കുന്നുണ്ട്. ഡയറക്ട്ലി ഇമ്പാക്ട്സ് the perceptions of their individual performance. ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ആ വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ഫേംസിൻ്റെ പെർഫോമൻസും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് സ്റ്റുവർഡ്ഷിപ്പ് തിയറിയിൽ സാധിക്കും. സ്റ്റുവർഡ്ഷിപ്പ്
model can have linking or resemblance in countries like Japan, where the Japanese worker assumes the role of stewards and takes ownership of their job and work at them diligently. ഇവിടെ ഡെലിജൻ്റ്ലി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വളരെയധികം ഇഫക്റ്റീവായിട്ട് എൻകറേജിങ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഈ സ്റ്റുവേർഡ്സ് വർക്ക് ചെയ്യുന്നത്. അത് ജപ്പാനീസ് വർക്കിൻ്റെ പെർഫോമൻസ് ഒരു മോഡലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ കൺട്രികളിൽ എങ്ങനെയാണോ അവിടുത്തെ എംപ്ലോയീസ് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെലിജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, അത് സ്റ്റുവാർഡ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് ആ ഒരു മോഡലാണ് ഇവിടെ സ്റ്റുവർഷിപ്പ് തിയറിയിൽ അപ്ലൈ ചെയ്യുന്നത്. ലിങ്കിങ് ഓർ റെസംബ്ലൻസ്, അതായത് സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ജപ്പാനീസ് മോഡലാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുവർഷിപ്പ് തിയറി എന്ന് പറയുന്നതിൽ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഓണേഴ്സും അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നതാണ്. ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പ് മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമം ലെവലിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത് മാനേജേഴ്സാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈക്വലായിട്ട് തന്നെ അവിടെ മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സ്റ്റുവർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 3 പോയിൻ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റ്, ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ഐഡിയാസ് ആൻഡ് ലോ ഏജൻസി കോസ്റ്റ്. ഇത് 3 സ്റ്റുവർഷിപ്പ് തിയറിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഈസ് ഹൈ and stewards are motivated to work in the interest of the organization. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുവേർഡ്സിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും കൂടി മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റുവാർഡ്സിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും. അതുപോലെ തന്നെ അവർ വർക്കിൽ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ഐഡിയാസ് ആണ്. ഓരോ സ്റ്റുവാർഡ്സിനും അവരുടേതായ ന്യൂ ഐഡിയാസ് ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ ലോ ഏജൻസി കോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഇഒനും ചെയർമാനും ഒറ്റ സിംഗിൾ പേഴ്സണിലാണ് നമുക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് ഏജൻസി കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ വരുന്ന ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് 3 ബെനിഫിറ്റ്സ്. അതോടൊപ്പം തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈൽ ഏജൻസി തിയറി ഷോസ് ഏജൻറ് ആസ് എ സെൽഫ് സെൻറ്റേർഡ്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി ഷോസ് an excessively benevolent picture of the steward who is ready to subordinate his interest to that ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് സ്റ്റുവാർഡ്സിൻ്റെ ഇൻട്രസ്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എക്സസീവ്ലി ബെനവലൻറ്റ്, അതായത് ഒരു ദയാലുവിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത്. ഏജൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഒരു പ്രിൻസിപ്പൽ അതോറിറ്റിയാണ് വരുന്നത്. അതേസമയം ഇവിടെ എന്ന് പറയുന്നത് ഒരു ബെനവലൻസിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ വരുന്നത്. അതായത് സ്റ്റുവേർഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവരുടെ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിന് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു 2ാം തരത്തിലായിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. സെക്കൻഡ് ഡ്രോബാക്ക്, that is, this theory takes into account interest of only employees and shareholders and does not refer to the interest of the stakeholders. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുഴുവനായിട്ട് താല്പര്യങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ മാക്സിമൈസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവിടെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും മാക്സിമൈസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ്. ആരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ്. അവരുടെ ഒരു റിട്ടേൺ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുകയും മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തേർഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്
causal relationship between governance and financial performance cannot be assessed using this theory. ഇവിടെ ഈ തിയറിയിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റുവാർഡ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗവേണൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് കനോട്ട് ബി അസസ്ഡ് യൂസിങ് ദിസ് തിയറി. ഈ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയാണ്. തേർഡ് തിയറി, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് തിയറിയിലെ 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ തിയറിയാണ്. Stakeholder is a term originally introduced by the Standard Research Institute, referring to those groups without whose support the organization would cease to exist. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഓർഗനൈസേഷനുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പമുണ്ടെങ്കിൽ അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡയറക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ സപ്ലയേഴ്സോ ഒക്കെയാണ്. സ്വന്തമായിട്ടുള്ള താല്പര്യം ആരോട് കാണിക്കുന്നത്? കമ്പനിയുടെ പ്രവർത്തനങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തോട്ട് എന്ന് പറയുന്നത് നടത്തിയിട്ടുള്ളത് ആരാണ്? സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയെ കുറിച്ച് പഠനം നടത്തുകയും നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. അവരുടെ ഒരു ബേസിസിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ദോസ് ഗ്രൂപ്പ്സ് വിത്തൗട്ട് ഹൂസ് സപ്പോർട്ട് ദ ഓർഗനൈസേഷൻ വുഡ് സീസ് ടു എക്സിസ്റ്റ്. അവരില്ലാതെ ആ ഓർഗനൈസേഷൻ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇല്ലാതെ, അതായത് എംപ്ലോയീസോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റോ അതും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും സപ്ലയേഴ്സും ഇല്ലാതെ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പില്ല എന്നുള്ളത് തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. സോ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ ഫേം ഇൻക്ലൂഡ് സപ്ലയേഴ്സ്, ബയേഴ്സ്, പബ്ലിക് പോളിസി ഡിസിഷൻ മേക്കേഴ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും വരും. ആരൊക്കെയാണ്? സപ്ലയേഴ്സ് ആവാം, ബയേഴ്സ് ആവാം, പബ്ലിക് പോളിസി ഡിസിഷൻ മേക്കേഴ്സ് ആവാം, അതും അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ്, അതും അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നവരായിരിക്കാം. Stakeholder theory derived from the combination of the sociological and organizational discipline. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റുവർഷിപ്പ് തിയറിയിൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വലി സ്റ്റേക്ക് ഹോൾഡർ തിയറി ഈസ് നോട്ട് എ ഫോർമൽ യൂണിഫൈഡ് തിയറി ആൻഡ് മോർ ഓഫ് എ ബ്രോഡ് റിസർച്ച് ട്രഡീഷൻ incorporating philosophy, ethics, political theory, economics, law and organizational science. ഇത് നമുക്ക് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നതിന് നമുക്കൊരു ഫോർമലായിട്ടുള്ള ഒരു യൂണിഫൈഡ് തിയറി ആയിട്ട് പറയാനൊന്നും പറ്റില്ല. അതൊരു ട്രഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രോഡ് റിസർച്ചിൽ നിന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിലോസഫിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും എത്തിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറി, ഇക്കണോമിക്സ്, ലീഗൽ, ഓർഗനൈസേഷണൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. Stakeholder theory can be defined as any group or individual who can affect or is affected by the achievement of the organization's objectives. എന്താണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി? എന്താണ് ഇവിടെ പറഞ്ഞത്? എനി ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ, അതൊരു ഇൻഡിവിജ്വലോ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. എങ്ങനെയുള്ളതാണ് ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഹൂ ക്യാൻ എഫക്റ്റ് ഓർ ഈസ് എഫക്റ്റഡ് ബൈ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നവർ ആരാണോ അത് ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ആരൊക്കെയാണ് നമ്മൾക്ക് സഹായകരമായിട്ട് നിൽക്കുന്നത്, അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത്.
This theory states that the success of the firm is dependent on the relationship that a firm has with its stakeholders. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയുടെ വിജയം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേം ഹാസ് വിത്ത് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയുടെ വിജയം എന്ന് പറയുന്നത്. The stakeholders theory deals with the situation of stakeholders of the company. ഇവിടെ കൂടുതലായിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ ഡീൽ ചെയ്യുന്നത് എന്താണ്? ദ സിറ്റുവേഷൻസ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അതിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഫണ്ടമെൻ്റലി it is based on the conflict of interest between shareholders and the stakeholders in the company. ഇവിടെ വേർതിരിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് വേർതിരിക്കുകയും അത് തന്നെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത്. As mentioned earlier in the agency theory, the value maximization of shareholders is the main objective of the company. ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഏജൻസി തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ വാല്യൂ മാക്സിമൈസേഷനാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് തന്നെയാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹൗവർ ദ സ്റ്റേക്ക് ഹോൾഡർ തിയറി not only focus on the values maximization of shareholders but also it aims to increase the interest of all stakeholders. ഏജൻസി തിയറിയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ മാത്രമേ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ആവുമ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും അത് വർദ്ധിപ്പിക്കാനായിട്ട് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Therefore, this theory also pays attention to the interest of the stakeholders as much as the shareholders in a company. അപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് അവരുടെ ആ താല്പര്യങ്ങളുടെ ഒരു അറ്റൻഷൻ മോണിറ്ററൈസേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. Unlike agency theory in which the managers are working and serving for the stakeholders, stakeholder theorists suggest that managers in the organization have a network of relationship to serve the stakeholders. അപ്പോൾ ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സെർവ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ മാനേജേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ മാനേജേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അവരെ സെർവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് മാനേജേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ഹാവ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ടു സെർവ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ദ സപ്ലയേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ്. ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലെയോ അതോ അല്ലെങ്കിൽ അതിലെ എംപ്ലോയീസ് തമ്മിലോ അതോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലയേഴ്സോ കസ്റ്റമേഴ്സ് തമ്മിലോ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. This group of network is important other than owner manager employee relationship as an agency theory. ഒരു ഓണർ മാനേജർ അല്ലെങ്കിൽ മാനേജർ എംപ്ലോയി റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. Stakeholder theory attempts to address the group of the stakeholders deserving and requiring the management's attention. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി മൂലം ഇവിടെ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനാണ്? അറ്റംപ്റ്റ്സ് ടു അഡ്രസ് ദ ഗ്രൂപ്പ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ലീഡർ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഡിസേർവിങ് ആൻഡ് റിക്വയറിങ് ദ മാനേജേഴ്സ് അറ്റൻഷൻ. മാനേജേഴ്സിൻ്റെ അറ്റൻഷൻ സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു അഡ്രസ്സിങ് ആണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ നടക്കുന്നത്. All groups participate in a business to obtain benefits and the firm is a system where there are stakeholders and the purpose of the organization is to create wealth for its stakeholders. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിരിക്കാം. അപ്പോൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന ഓൾ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ ബിസിനസ്.
ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ്സ് പ്രവർത്തിക്കണം ടു ഒബ്റ്റെയിൻ ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ ഫേം ഈസ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് ബെനിഫിറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ദർ ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ടു ക്രിയേറ്റ് വെൽത്ത് ഫോർ ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനും ആയിരിക്കും. However, the network of relationship with many groups can affect the decision making process. അതോടൊപ്പം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്? ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മൂലം നമുക്ക് എന്ത് സാധിക്കും? മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ഈസി ആയിട്ട് നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനേക്കാൾ കൂടുതലായിട്ട് അവരൊരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമം ലെവലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് തിയറി ഫോക്കസ് ഓൺ ദ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് നോ സെറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആർ അസ്യൂംഡ് ടു ഡൊമിനേറ്റ് ദ അതേഴ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആവാം? ഓണേഴ്സ്, എംപ്ലോയീസ്, മാനേജേഴ്സ്. എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ്. ആരൊക്കെയാണ്? കസ്റ്റമേഴ്സ് ആവാം, അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം, പ്രഷർ ഗ്രൂപ്പ് ആയിരിക്കാം, മീഡിയ ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം. ഇവരെയാണ് നമ്മൾ ആരായിട്ട് പറയുന്നത്? എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് പറയുന്നത്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ആവാം, എംപ്ലോയീസ് ആയിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഡയഗ്രാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ദ പൊട്ടൻഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. മൊത്തമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സും സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സും. ഈ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആയിരിക്കാം. അതേസമയം സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആവാം? ഗവൺമെൻറ് ആയിരിക്കാം, ട്രേഡ് അസോസിയേഷൻസ് ആയിരിക്കാം, പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൊത്തമായിട്ടായിരിക്കാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സും അതോടൊപ്പം തന്നെ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സും. Stakeholder theory states that managers and entrepreneurs must take into account the legitimate interest of those groups and individuals who can affect or be affected by their activities. ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ആണ്? ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഓരോ ഗ്രൂപ്പ്സിൻ്റെ ആയാലും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ആയാലും അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഗ്രൂപ്പ്സിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൂ ക്യാൻ എഫക്റ്റ് ഓർ ബി എഫക്റ്റഡ് ബൈ ദയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ ഫെസിലിറ്റീസോ ആയിട്ട് കണക്ഷൻ ഉണ്ടാവാൻ, ഒരു ലിങ്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെയും ചെയ്യുന്നത്. ഫേംസ് ഷുഡ് ക്യാരി ഔട്ട് സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ ഗവൺമെൻറ്റൽ ഇൻട്രൂഷൻ ദാറ്റ് മേ എഫക്റ്റ് ഫേംസ് വാല്യൂ. ഫേമിൻ്റെ വാല്യൂ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫിയറൻസ്, ഒരു നുഴഞ്ഞുകയറ്റം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നുഴഞ്ഞുകയറ്റത്തിനെ റെഡ്യൂസ് ചെയ്യാൻ, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്ന് പറയുന്നത് ഫോളോ ചെയ്യാണ്. ഇവിടെ ഫേംസ് ഷുഡ് ക്യാരി ഔട്ട് സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റീസ്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്? സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റീസിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. The underlying emphasis of this theory is that managers should have broad stakeholder orientations rather than narrow shareholders orientation. ഇവിടുത്തെ ഓറിയൻറ്റേഷൻ രണ്ട് ടൈപ്പിൽ പറയുന്നുണ്ട്. ഒന്ന് നേരോ ഷെയർ ഹോൾഡർ ഓറിയൻറ്റേഷനും രണ്ടാമത് പറയുന്നത് ബ്രോഡർ സ്റ്റേക്ക് ഹോൾഡർ ഓറിയൻറ്റേഷനാണ്. അതിൽ
ബ്രോഡ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കണം, ബ്രോഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കണം. ഇടുങ്ങിയ ഒരു ചിന്താഗതി കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? നേരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓറിയൻറ്റേഷനായിട്ട് പറയാം. നെക്സ്റ്റ് തിയറി റിസോഴ്സസ് ഡിപ്പെൻഡൻസി തിയറിയാണ്. അപ്പോൾ നമ്മൾ 3 പഠിച്ചു കഴിഞ്ഞു. 4മത്തതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡർ തിയറി ഫോക്കസ് ചെയ്യുന്ന എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലും അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? റിസോഴ്സസ് ദ ഡയറക്ടേഴ്സ് ക്യാൻ പ്രൊവൈഡ്. എന്തൊക്കെ റിസോഴ്സസ് ആണ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക, അതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. The stakeholders theory focus on relationship with many groups for individual benefits, but resource dependence theory concentrates on the role of board of directors in providing access to resources needed by the firm. ഒരു ഫേമിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളുടെ റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത്, പ്ലേ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊവൈഡിങ് ആക്സസ് ടു ദ റിസോഴ്സസ് നീഡഡ് ബൈ ദ ഫേം. ഒരു ഫേമിന് ആവശ്യമുള്ള ആ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറിയിൽ പറയുന്നത്. This theory focus on the resources the directors can provide to the firm for its effective operations and profitability. ഇവിടെയും നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് അവരെങ്ങനെയുള്ള റിസോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ദ ഫേം ഫോർ ഇഫക്റ്റീവ് ഓപ്പറേഷൻസ് ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി. ഇഫക്റ്റീവ് ഓപ്പറേഷൻ നടക്കണം, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഉയർത്തണം, അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ മെയിൻ ഫീച്ചറായിട്ട് കണക്കാക്കുന്നത്. Resource dependence theory emphasizes on the role of the directors in providing or securing essential resources to an organization through their engagements to the external environment. റിസോഴ്സസ് ഡിപ്പെൻഡൻസ് തിയറിയിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് ഡയറക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എസെൻഷ്യൽ റിസോഴ്സസ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സസ് ആണ് ഇവിടെ ഡയറക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ത്രൂ ദെയർ ലിങ്കേജ് ടു ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് അതിനൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനാണ് ഇവിടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. റിസോഴ്സ് ഡിപ്പെൻഡൻസ് theories to provide focus on the appointment of representatives of the independent organization as a means for gaining access in resources critical to the firm's success. ഒരു ഫേമിൻ്റെ വിജയത്തിനായിട്ട് അവിടെ നോക്കേണ്ടത് ആ ഫേമിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്, അത് ഗെയിൻ ചെയ്യാനും മീൻസ് ഫോർ ഗെയിനിങ് ദ ആക്സസ്, ആ ആക്സസിൽ ഗെയിനിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആവശ്യമുള്ളത്, അതാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് പ്രൊവൈഡ് ഫോക്കസ് ഓൺ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ. ഓരോ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനെയും അപ്പോയിൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡിങ് ദ റിസോഴ്സസ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഓരോ ഡയറക്ടേഴ്സിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ലീഗൽ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഔട്ട്സൈഡ് ഡയറക്ടേഴ്സ് ഹു ആർ ദ പാർട്ട്നേഴ്സ് ടു എ ലോ ഫേം പ്രൊവൈഡ് ലീഗൽ അഡ്വൈസ് ഐദർ ഇൻ ദ ബോർഡ് ഓഫ് മീറ്റിംഗ് or in the private communication with the firm executives that may otherwise be more costly for the performance and its survival. എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സെക്യൂരിറ്റി ബേസിസിലുള്ള കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ദ പ്രൊവിഷൻസ് ഓഫ് റിസോഴ്സസ് എൻഹാൻസ് ദ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്. ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി മൂലം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫേംസ് പെർഫോമൻസ് ആൻഡ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ. അതോടൊപ്പം തന്നെ ഫേമിൻ്റെ ഒരു സർവൈവലും പെർഫോമൻസ് എന്ന് പറയുന്നത് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്.
The directors bring resources to the firm such as information, skills, access to key constituents such as suppliers, buyers, public policy holders and the social groups as well as legitimacy. ഇവിടെ ഡയറക്ടേഴ്സ് റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിസോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? റിസോഴ്സസ് ടു ദ ഫേം, ഒരു ഫേമിലേക്ക് റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ ഡയറക്ടേഴ്സ് സപ്ലൈ ചെയ്യേണ്ടത്. ആ റിസോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? സച്ച് ആസ് ഇൻഫോർമേഷൻ ആയിരിക്കാം, സ്കിൽസ്, ടാലൻറ്റ്, അതോടൊപ്പം തന്നെ സ്കിൽസ് or the access to key constituents such as the suppliers, buyers, public policy makers, social groups as well as the legitimacy. നിയമസാധ്യതകളുള്ള സപ്ലയേഴ്സും ബയേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പബ്ലിക് പോളിസീസ്, സോഷ്യൽ ഗ്രൂപ്പ്സിനൊക്കെയാണ് ഇവിടെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഡയറക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റിസോഴ്സസ് ഓഫ് ദ ഡയറക്ടേഴ്സിനാണ് റിസോഴ്സ് ആൻഡ് ഡിപ്പെൻഡൻസ് തിയറിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 4 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? കാറ്റഗറീസ് ഓഫ് ഇൻസൈഡേഴ്സ്, ബിസിനസ് എക്സ്പേർട്സ്, സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസർ. ഇത്രയാണ് ലീഗലായിട്ട് അല്ലെങ്കിൽ ലെജിറ്റിമസി ആയിട്ട് പറയുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് ടു ദ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ടു ദ റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി എന്ന് പറയുന്നതിലുള്ളത് ആരൊക്കെയാണ്? ഇൻസൈഡേഴ്സ്, ബിസിനസ് എക്സ്പേർട്ട്, സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽ. ഇത്രയും 4 ആണ് അത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ദ ഇൻസൈഡേഴ്സ് ആർ കറൻറ്റ് ആൻഡ് ഫോമർ എക്സിക്യൂട്ടീവ്സ് of the firm and they provide expertise in specific areas such as finance and law on the firm itself as well as the general strategy and the direction. അപ്പോൾ ഇതിൽ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഫസ്റ്റ് 1 ആണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്, ഉള്ളിലുള്ളവർ. ഈ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ആരൊക്കെ ആയിരിക്കാം? കറൻറ്റ് ആൻഡ് ഫോമർ എക്സിക്യൂട്ടീവ്സ്, ഇപ്പോൾ ഉള്ളതോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഫേമിനെയാണ് നമ്മൾ ആരായിട്ട് പറയുന്നത്? ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ള പ്രൊഫഷണൽസ് ആയിരിക്കണം? അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കണം, ഫിനാൻഷ്യൽ ബേസിസിലോ അല്ലെങ്കിൽ ലീഗലായിട്ടോ നോളേജുള്ള ആൾക്കാരിനെയാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ബിസിനസ് എക്സ്പേർട്സ് ആണ്. ബിസിനസ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാവാം? കറൻറ്റ് ആൻഡ് ഫോമർ സീനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് അതർ ലാർജ് ഫോർ പ്രോഫിറ്റ് ഫേം ആൻഡ് ദേ പ്രൊവൈഡ് എക്സ്പേർട്സ് ഓൺ ബിസിനസ് സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ പ്രോബ്ലം സോൾവിങ്. ഇവിടെ നോക്കുന്നത് രണ്ടാമത്തായിട്ടുള്ള കാറ്റഗറിയിൽ ബിസിനസ് എക്സ്പേർട്സ് ആണ്. ബിസിനസ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റോ അല്ലെങ്കിൽ ഫോമർ ആയിട്ടുള്ള സീനിയർ എക്സിക്യൂട്ടീവ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർഡിനറി എക്സിക്യൂട്ടീവ്സിനെയാണ്. ഇവിടെ പറയുന്നത് സീനിയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ മുമ്പിലത്തെയോ ഡയറക്ടേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജ് പ്രോഫിറ്റ് ഫേംസ്, ലാർജായിട്ട് പ്രോഫിറ്റ് സമ്പാദിക്കുന്ന ഫേംസിനെയും നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് എക്സ്പെർട്ടൈസ് ഓൺ ബിസിനസ് സ്ട്രാറ്റജി. എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നവരെയാണ് നമ്മളിവിടെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ബിസിനസ് എക്സ്പേർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് തേർഡ് 1, ദ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആർ ദ ലോയേഴ്സ്, ബാങ്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനി representatives and public relations experts and these specialists provide support in their individual specialized field. തേർഡ് ഡയറക്ടേഴ്സ് കാറ്റഗറി എന്ന് പറയുന്നവരാണ് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? ലോയേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ബാങ്കേഴ്സ് ആയിരിക്കാം, ഇൻഷുറൻസ് കമ്പനി ആയിരിക്കാം, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് എക്സ്പേർട്സ് ആയിരിക്കാം. ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ തേർഡ് കാറ്റഗറിയിൽ പറയുന്നത്, ദാറ്റ് ഈസ് ദ സപ്പോർട്ട് ഓഫ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ ദെയർ ഇൻഡിവിജ്വൽ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. അവർ ഓരോ ഫീൽഡിലും സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ആയിരിക്കും, പ്രൊഫഷണൽസ് ആയിരിക്കും. ആ ഒരു ഏരിയയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ നമ്മുടെ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയിൽ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഈ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടാം? പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആവാം, യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റീസ് ആയിരിക്കാം, മെമ്പേഴ്സ് ഓഫ് ക്ലർജി, ലീഡേഴ്സ് ഓർ സോഷ്യൽ ഓർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ.
അപ്പോൾ ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസിൽ മെമ്പേഴ്സ് ഓഫ് ദ ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുരോഹിതന്മാരായിരിക്കാം, അതല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം, ലീഡേഴ്സ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റീസും ആയിരിക്കാം. ഇത്രയാണ് നമ്മുടെ 4 കാറ്റഗറി ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. 4 കാറ്റഗറി എന്ന് പറയുന്നത് ആദ്യം ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് കറൻറ്റ് ആൻഡ് ഫോമർ എക്സിക്യൂട്ടീവ്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് എക്സ്പേർട്സ് ആണ്. ആ കാറ്റഗറി എന്ന് പറയുന്നത് കറൻറ്റ് ആൻഡ് ഫോമർ സീനിയർ എക്സിക്യൂട്ടീവ്സ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിരിക്കും. തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. അവർ ലോയേഴ്സോ ബാങ്കേഴ്സോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കാം. അവരെയാണ് നമ്മൾ തേർഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് ഡയറക്ടേഴ്സ് ആയിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽസ് ആണ്. അത് ലീഡേഴ്സോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി മെമ്പേഴ്സോ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സ് ഓഫ് ദ ക്ലർജി, അതായത് ഏതെങ്കിലും പുരോഹിതന്മാരായിരിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതന്മാരാണ്. ആരാണോ കർമ്മം ചെയ്യുന്നവർ അവരെയാണ് നമ്മൾ ക്ലർജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലീഡേഴ്സ് ഓഫ് സോഷ്യൽ ഓർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലോ ലീഡേഴ്സിനെയും നമ്മളിവിടെ എന്തായിട്ട് പറയുന്നുണ്ട്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റോൾ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിങ് ആക്സസ് ടു റിസോഴ്സസ് നീഡഡ് ബൈ ദ ഫേം. ഒരു ഫേമിന് റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ് 4 കാറ്റഗറി എന്ന് പറയുന്നത്? ഇൻസൈഡേഴ്സ്, ബിസിനസ് എക്സ്പേർട്സ്, സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൽ നിന്ന് ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു റിസോഴ്സസ് ഡിപ്പെൻഡൻസി തിയറിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനോട് കൂടി നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് തിയറിയിൽ 4 എണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറിയെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേതാണ്? ഏജൻസി തിയറിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 എണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ആൻഡ് ദ ലാസ്റ്റ് വൺ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ടോട്ടൽ 6 തിയറിയാണ് തിയറി ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ബാക്കി 2 എണ്ണം കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ അതിൽ പഠിക്കേണ്ടത് ഒരു എത്തിക്സ് തിയറി, ഒരു ജനറൽ കാറ്റഗറി ഉണ്ട്. അങ്ങനെ 3 തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്നത് സെക്കൻഡ് അസൈൻമെൻ്റ് ആണ്. അതായത് നിങ്ങൾ റെഫറൻസ് നടത്തേണ്ടത് പേജ് നമ്പർ 109 നിങ്ങൾക്ക് കുറേ റെഫറൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്കായിട്ട് തരുന്നത് 57ാമത്തെ ഒരു റെഫറൻസാണ്. 57ാമത്തെ റെഫറൻസ് എന്ന് പറയുന്നത് വോളണ്ടറി ഗൈഡ് ലൈൻസ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് വായിച്ച് നോക്കി മനസ്സിലാക്കി റിവ്യൂ എഴുതണം. അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അപ്പോൾ ഈ കേൾക്കുന്നത് ഒരു ജനറൽ ഗൈഡ് ലൈൻസ് മാത്രം ആക്കിയിട്ട് എടുത്താൽ മതിയും. നിങ്ങൾ കൂടുതലായി വായിക്കുകയും മനസ്സിലാക്കുകയും റെഫർ ചെയ്യുകയും എന്നിട്ട് കൂടുതലായിട്ട് തന്നെ അറിവ് സമ്പാദിച്ചു കൊണ്ടുവേണം ഈ PG ഡിഗ്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ റെഫറൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് പേജ് നമ്പർ 109 57ാമത്തെ റെഫറൻസാണ്. വോളണ്ടറി ഗൈഡ് ലൈൻസ് ആണ് ഇന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. Okay, thank you very much. Have a nice day.